First question, fill in the blanks. The volume of a cube of side 1 cm is equal to dash meter cube. ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ക്യൂബ് തന്നിട്ടുണ്ട് ആൻഡ് ആ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് 1 സെന്റിമീറ്റർ. ദാറ്റ് ഇസ് ഐ ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആൻസർ വേണ്ടത് മീറ്റർ ക്യൂബിലാണ്. സോ വി നീഡ് ടു കൺവേർട്ട് ദ സെന്റിമീറ്റർ ടു മീറ്റർ. നമുക്കറിയാവുന്ന കാര്യമാണ് 1 മീറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ ബി 100 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ ബി 1/100 മീറ്റർ. ഈ 1/100നെ എനിക്ക് 10⁻⁻² മീറ്റർ എന്ന് എഴുതാം. സോ ഇവിടെ ഈ 1 സെന്റിമീറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ ബി 10⁻² മീറ്റർ. ഇതായിരിക്കും ഈ ക്യൂബിന്റെ സൈഡ് ലെങ്ത്. ഇനി വോളിയം ഓഫ് ക്യൂബിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് V is equal to a cube. So on substituting it will be 10⁻² meter the whole cube. And ഇതിന്റെ ക്യൂബ് എന്ന് പറയുന്നത് we will get it as 10⁻6 meter cube. So ഇതായിരിക്കും വോളിയം ഓഫ് ക്യൂബ് ഇൻ മീറ്റേഴ്സ്. Next question, the surface area of a solid cylinder of radius 2 cm and height 10 cm is equal to dash millimeter square. That is, ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു സിലിണ്ടർ തന്നിട്ടുണ്ട്. ആ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും എന്നാൽ റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററുമാണ്. സോ ഐ ക്യാൻ റൈറ്റ് റേഡിയസ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഇനി ഇവിടെ നമുക്ക് ആൻസർ വേണ്ടതും മില്ലിമീറ്റർ സ്ക്വയറിലാണ്. ആൻഡ് വി നോ ദാറ്റ് 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 2 സെന്റിമീറ്റർ എന്നുള്ളത് മില്ലിമീറ്ററിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 20 മില്ലിമീറ്റർ. ദാറ്റ് വിൽ ബി ദ റേഡിയസ്. സിമിലർലി ഇവിടെ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ആസ് 10 സെന്റിമീറ്റർ. ആൻഡ് ഇതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 100 മില്ലിമീറ്റർ. ആൻഡ് ഈ സിലിണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിന്റെ ടോപ്പിലും ബോട്ടത്തിലും 2 ഫ്ലാറ്റ് ഏരിയ ഉണ്ട്. ആൻഡ് ഇൻ ദ മിഡിൽ പാർട്ട് ഇറ്റ് ഹാസ് എ കർവ്ഡ് സർഫസ് ഏരിയ. സോ ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് these two flat surfaces plus area of curved surface. So area of cylinder is given by the area of the two flat surfaces. So it will be 2 pi r square plus area of the curved surface. അതെന്ന് പറയുന്നത് it will be 2 pi r h. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് 2 pi r നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ we will get it as 2 pi r into r plus h. So ഇതായിരിക്കും area of a solid cylinderന്റെ equation. Now on substituting 2 into ഈ പൈ എന്നുള്ള we can take it as 3.14 into r is given as 20 millimeter into r plus h എന്നുള്ളത് it will be 100 plus 20. That is again 6.28 into 20 into 100 plus 20 എന്നുള്ളത് it will be 120. So ഇതിവിടെ evaluate ചെയ്ത് കഴിഞ്ഞാൽ we will get the answer as 1.5 into 10⁻⁴ millimeter square. C part, a vehicle moving with a speed of 18 km per hour covers dash meter in 1 second. So ഇവിടെ ഒരു വെഹിക്കിളിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് ആൻഡ് സ്പീഡ് is given in 18 km per hour and we are asked to convert it in meter. That is, speed of the vehicle is given as 18 km per hour. ഇനി ഇവിടെ ഒരു കൺവേർഷൻ നമ്മൾ ഓർത്തിരിക്കണം. That is to convert h km per hour into meter per second. സോ ജനറലി ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിന്റെ കറസ്പോണ്ടിങ് മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ വി ഷുഡ് മൾട്ടിപ്ലൈ ദിസ് h ഇൻറ്റു 5/18. സോ ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ആൻഡ് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ടു കൺവേർട്ട് എനി ക്വാണ്ടിറ്റി ഗിവൺ ഇൻ കിലോമീറ്റർ പെർ അവർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5/18. സി 5/18 വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ 1 കിലോമീറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ ബി 1000 മീറ്റർ. ആൻഡ് നമുക്കറിയാം 1 അവർ എന്നുള്ളത് ഇറ്റ് വിൽ ബി 3600 സെക്കൻഡ്. ദാറ്റ് ഇസ് 60 into 60. ആൻഡ് ഈ 1000/3600നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5/18. ഇനി ഇതിന്റെ റിവേഴ്സ് കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടു കൺവേർട്ട് h മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പെർ അവർ. ഈ കേസിൽ വി ഷുഡ് മൾട്ടിപ്ലൈ ദിസ് h ബൈ 18/5. അതായത് മുമ്പത്തെ റെസിപ്രോക്കൽ. സോ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 18/5. ഈ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 18 കിലോമീറ്റർ പെർ അവർ ആണ്. സോ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് മൾട്ടിപ്ലൈ 18 ഇൻറ്റു 5/18. ഇവിടെ 18ഉം 18ഉം ക്യാൻസൽ ആയി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതായിരിക്കും ഇവിടുത്തെ സ്പീഡിന്റെ വാല്യൂ. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു വെഹിക്കിള് ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി സ്പീഡിന്റെ ഡെഫിനിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സ്പീഡ് ഇസ് ദി ഡിസ്റ്റൻസ് കവേർഡ് പെർ യൂണിറ്റ് ടൈം. സി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദിസ് വെഹിക്കിൾ കവേഴ്സ് 5 meters in 1 second. സോ ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടും.
that will be 5 meters. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 5 meter per second ആണ് ആൻഡ് ടൈം എന്ന് പറയുന്നത് 1 second ആണ്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get it as 5 meter. D part, the relative density of lead is 11.3. Its density is dash gram per centimeter cube or kilogram per meter cube. See, relative density എന്ന് പറഞ്ഞാൽ it is a ratio of density of a substance to the density of water. ഇതിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഈ റിലേറ്റീവ് ഡെൻസിറ്റിയെ പറ്റി കൂടുതൽ വിശദമായിട്ട് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഓർത്തിരിക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി ഇവിടെ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ് ഇസ് 1 gram per centimeter cube. ഇത് CGS യൂണിറ്റ് ആണ്. എന്നാൽ SI യൂണിറ്റിൽ ഇറ്റ് വിൽ ബി 1000 kilogram per meter cube. സോ ഇതാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി ഈ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലെഡ് ഇസ് 11.3. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റിയുടെ സിമ്പിൾ ആണ് റോ ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് 1. സോ ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എഴുതാം ഡെൻസിറ്റി ഓഫ് ലെഡ് ആസ് 11.3 into 1 or it is 11.3 gram per centimeter cube. So CGS യൂണിറ്റിൽ ലെഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 11.3 gram per centimeter cube. ഇനി അതേസമയം ഈ CGS യൂണിറ്റിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 1000. സോ ഇറ്റ് വിൽ ബി 11.3 into 1000 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 10⁻³ kilogram per meter cube. സോ ഇതായിരിക്കും ഡെൻസിറ്റി ഓഫ് ലെഡ് ഇൻ both CGS and SI unit. Fill in the blanks by suitable conversion of units. A part 1 kilogram meter square second raised to minus 2 is equal to dash gram centimeter square second raised to minus 2. ഈ ക്വസ്റ്റിനെല്ലാം നമുക്ക് ഒരു യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ജനറലി ഈ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ ഇതാണ്. N1U1 is equal to N2U2. ഇവിടെ N എന്ന് പറയുന്നതാണ് ഈ എക്സ്പ്രഷനിലെ ന്യൂമറിക്കൽ പാർട്ട്, അതേസമയം U ആണ് ഈ എക്സ്പ്രഷനിലെ യൂണിറ്റ് പാർട്ട്. ഇനി ഇവിടെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഫസ്റ്റ് എക്സ്പ്രഷനിലെ N1 1 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 1 kilogram meter square second raised to minus 2 is equal to ഇവിടെ N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി N2 ടൈംസ് gram centimeter square second raised to minus 2. ഇനി ഈ എക്സ്പ്രഷനിൽ N2 കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ആൻഡ് ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ദിസ് വിൽ കം ആസ് ഡിനോമിനേറ്റർ. സോ അവിടെ നിങ്ങൾ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമിനെ ആ യൂണിറ്റിന്റെ താഴെ തന്നെ റെപ്രസെന്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് N2 വിൽ ബി ഈക്വൽ ടു 1 into ഇവിടെ ആദ്യം കിലോഗ്രാം ആണ് വരുന്നത് ആൻഡ് കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാമിനെ ഒരുമിച്ച് എഴുതും. സോ ഇറ്റ് ഈസ് കിലോഗ്രാം ബൈ ഗ്രാം. ഇനി അടുത്ത് ഇവിടെ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇറ്റ് വിൽ ബി മീറ്റർ ആൻഡ് ഈ മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇവിടെ സെന്റിമീറ്റർ ആണ്. സോ ഐ വിൽ റൈറ്റ് ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ. ഇനി ഇവിടെ നമുക്ക് കാണാം ബോത്ത് മീറ്റർ ആൻഡ് സെന്റിമീറ്റർ ആർ റേസ് ടു എ പവർ ഓഫ് 2. സോ ഐ ക്യാൻ റൈറ്റ് മീറ്റർ ബൈ സെന്റിമീറ്റർ ദ ഹോൾ റേസ് ടു 2. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. അത് രണ്ട് സൈഡിലും സെക്കൻഡ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് ആൻഡ് ഹോൾ റേസ് ടു -2. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ടേമിനെ ഇവാലുവേറ്റ് ചെയ്താൽ ഇവിടെ N2ന്റെ വാല്യൂ കിട്ടും. ആൻഡ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലാർജർ യൂണിറ്റ് എത്രയാണോ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. സോ ഈ കേസിലെല്ലാം ന്യൂമറേറ്ററിലാണ് ലാർജർ യൂണിറ്റ്. അതായത് ഈ ഗ്രാമിനെയും കിലോഗ്രാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ കിലോഗ്രാം ആണ് ലാർജർ യൂണിറ്റ്. അതുപോലെ തന്നെ സെന്റിമീറ്ററിനെയും മീറ്ററിനെയും കമ്പയർ ചെയ്താലും മീറ്റർ വിൽ ബി ലാർജർ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 gram. ഈ 1000 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 10⁻³ gram ഡിവൈഡഡ് ബൈ ഗ്രാം ടൈംസ് 1 meter എന്നുള്ളത് 100 centimeter ആണ്. ആൻഡ് 100 ക്യാൻ ബി റിട്ടൺ ആസ് 10⁻² centimeter ഡിവൈഡഡ് ബൈ അഗെയിൻ സെന്റിമീറ്റർ ഹോൾ റേസ് ടു 2. ഇനിയും സെക്കൻഡ് കാര്യത്തിൽ വ്യത്യാസമില്ല, ഇറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് ദ ഹോൾ റേസ് ടു -2. ഇനി ഇവിടെ നമുക്ക് കാണാം ഈ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഉള്ള യൂണിറ്റ് എല്ലാം സെയിം ആണ്. സോ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഐ ക്യാൻ ക്യാൻസൽ ഗ്രാം ആൻഡ് ഗ്രാം, സിമിലർലി സെന്റിമീറ്റർ ആൻഡ് സെന്റിമീറ്റർ, സെക്കൻഡ് ആൻഡ് സെക്കൻഡ്. അങ്ങനെ റിമൈനിങ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് 10⁻³ into ഇവിടെ 10 square ദ ഹോൾ റേസ് ടു 2 ആണ്. സോ ഇറ്റ് വിൽ ബി 10⁻⁴. ആൻഡ് ഫൈനലി 10⁻³ into 10⁻⁴ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 10⁻⁷. സോ ഈ 10⁻⁷ ആയിരിക്കും ഇവിടുത്തെ N2ന്റെ വാല്യൂ. സോ ഓർത്തിരിക്കുക, എപ്പോഴും കൺവേർഷൻ ഓഫ് യൂണിറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് N1U1 is equal to N2U2 ആണ്.
ആൻഡ് ഇവിടെ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേമിനെ നിർത്തി ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്തെ സൈഡിൽ എടുത്തു കഴിഞ്ഞ് ലാർജർ യൂണിറ്റിനെ എക്സ്പാൻഡ് ചെയ്യുക. അതിന് ശേഷം ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള N1 ആണോ N2 ആണോ അതിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കിട്ടും. ഇനി ഇവിടെ ഈ ടേം എഴുതാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ അറിഞ്ഞാൽ അതും എളുപ്പമാവും. ഇവിടെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ (2) അത് ഡയമെൻഷൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കിലോഗ്രാം എന്നുള്ളത് മാസ്. സോ ഇറ്റ് വിൽ ബി എം. മീറ്റർ എന്നുള്ളത് ലെന്തിന്റെ യൂണിറ്റ് ആണ്. സോ ഇറ്റ് ഇസ് ml². ആൻഡ് സെക്കൻഡ് എന്നുള്ളത് ടൈമിന്റെ ആണ്. സോ ഹിയർ ദ ഡയമെൻഷൻ ഇസ് ml² t⁻². സോ ഈ ഡയമെൻഷന്റെ ടേംസ് തന്നെയാണ് നമുക്ക് ഈ ടേമിൽ വരുന്നത്. സോ ഇറ്റ് ഇസ് ml² t⁻². അതിനെ തന്നെയാണ് നമ്മൾ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് കിലോഗ്രാം ബൈ ഗ്രാം, മീറ്റർ ബൈ സെന്റിമീറ്റർ, സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഈ ടേം എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ റിസോർട്ട് ടു റൈറ്റിംഗ് ദ കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ഗിവൺ ഇൻ ദി ടേം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ഈ ml² t⁻² എന്ന് പറയുന്നത് എനർജിയുടെ ഡയമെൻഷൻ ആണ്. ആൻഡ് ഈ എനർജിയുടെ SI യൂണിറ്റ് നമുക്കറിയാം, ഇറ്റ് ഇസ് ജൂൾ. സോ ഈ കിലോഗ്രാം മീറ്റർ സ്ക്വയർ (2) എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ജൂൾ. എന്നാൽ ഈ കിടക്കുന്ന ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ (2) എന്നുള്ളത് ഈ ജൂളിന്റെ കറസ്പോണ്ടിങ് CGS യൂണിറ്റ് ആണ്. ആൻഡ് ജൂളിന്റെ കറസ്പോണ്ടിങ് CGS യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ആക്ച്വലി കിട്ടിയേക്കുന്നത് 1 ജൂൾ ഇസ് ഇക്വൽ ടു 10⁷ എർഗ് എന്നുള്ള റിലേഷൻ ആണ്. ഇത് ഓർത്തിരിക്കുക, SI യൂണിറ്റ് ഓഫ് എനർജി ഇസ് ജൂൾ ആൻഡ് ദി കറസ്പോണ്ടിങ് CGS യൂണിറ്റ് ഇസ് എർഗ് ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് എർഗ് ഇസ് 1 ജൂൾ ഇസ് ഇക്വൽ ടു 10⁷ എർഗ്. ബി പാർട്ട് 1 മീറ്റർ ഇസ് ഇക്വൽ ടു ഡാഷ് ലൈറ്റ് ഇയർ. ഈ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. അതായത് വാക്വത്തിൽ കൂടെ ലൈറ്റ് 1 വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ. സോ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ആണ്. ലൈറ്റ് എന്നുള്ളത് ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. തെറ്റിപ്പോരുത്, ഈ ഇയർ എന്നുള്ള ടേം കാണുമ്പോൾ പലപ്പോഴും ചിന്തിക്കും ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ടൈം. എന്നാൽ ലൈറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്, ടൈമിന്റെ യൂണിറ്റ് അല്ല. ഇനിയും ഇതിന്റെ വാല്യൂ നിങ്ങൾ ഓർത്തിരിക്കണം, ഇറ്റ് ഇസ് ഗിവൺ ബൈ 9.46 × 10⁻15 മീറ്റർ. ഇനി ഇത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് നമുക്കറിയാം, ഇറ്റ് വിൽ ബി 3 × 10⁸. ഇനി ഇവിടെ ടൈം എന്നുള്ളത് 1 ഇയർ ആണ്. ആൻഡ് 1 ഇയറിൽ ദർ ആർ 365 ഡേയ്സ് ആൻഡ് ഈച്ച് ഡേ ഹാസ് 24 അവേഴ്സ്. അതിൽ തന്നെ ഒരു മണിക്കൂറിൽ 60 മിനിറ്റും 1 മിനിറ്റിൽ 60 സെക്കൻഡും ഉണ്ടായിരിക്കും. ഇത്രയും ടേമിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 9.46 × 10⁻15 മീറ്റർ. ഓൾറെഡി 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ എന്നുള്ളതുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടിയത് 1 മീറ്റർ ഇസ് ഈക്വൽ ടു എത്ര ലൈറ്റ് ഇയർ ആണെന്നാണ്. സോ ഇറ്റ് ക്യാൻ ബി ഗിവൺ ബൈ 1 ഡിവൈഡഡ് ബൈ 9.46 × 10⁻15 ലൈറ്റ് ഇയർ. ഇത്രയുമായിരിക്കും 1 മീറ്റർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.057 × 10⁻16 ലൈറ്റ് ഇയർ. ഈ ലൈറ്റ് ഇയറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ പാർസെക്ക്. സോ ഇതിന്റെ എല്ലാം വാല്യൂ നിങ്ങൾ ജനറൽ ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. സി പാർട്ട് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം (h⁻²). ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് എ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. സോ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലുള്ള ആക്സിലറേഷനെ നമ്മൾ കറസ്പോണ്ടിങ് കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം കൺവേർഷൻ ഓഫ് യൂണിറ്റിന്റെ റിലേഷൻ എന്ന് പറയുന്നത് N1U1 ഇസ് ഈക്വൽ ടു N2U2 ആണ്. ഇവിടുത്തെ ആദ്യത്തെ എക്സ്പ്രഷന് ന്യൂമറിക്കൽ പാർട്ട് 3 ആണ്. സോ ഹിയർ N1 വിൽ ബി 3 ആൻഡ് ഇവിടെ ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ (2) ദാറ്റ് വിൽ ബി ഈക്വൽ ടു N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി N2 ടൈംസ് കിലോമീറ്റർ (h⁻²). ഇവിടെ N2ന്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ N2 വിൽ ബി ഈക്വൽ ടു 3 × ഈ ടേമിനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി കമ്മിങ് അണ്ടർ ദി കറസ്പോണ്ടിങ് സെയിം യൂണിറ്റ്. സോ ഇവിടെ മീറ്ററിന്റെ താഴെ കിലോമീറ്റർ വരും, അതുപോലെ തന്നെ സെക്കൻഡിന്റെ താഴെ അവർ വരും. ആൻഡ് ഇവിടെ സെക്കൻഡും അവറും ബോത്ത് ആർ (2). ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 × ഇനി ഇവിടെ ലാർജർ യൂണിറ്റ് എന്നുള്ള കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ വിൽ ബി 1000 മീറ്റർ, അഥവാ ഇറ്റ് വിൽ ഇസ് 10⁻³ മീറ്റർ. സിമിലർലി ഇവിടെ ലാർജർ യൂണിറ്റ് അവർ ആണ്. ആൻഡ് 1 അവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹാവിംഗ് 60 മിനിറ്റ്സ് ആൻഡ് ഈച്ച് 60 മിനിറ്റ്സ് വിൽ ബി ഹാവിംഗ് അഗെയിൻ 60 സെക്കൻഡ്. സോ ഇറ്റ് വിൽ ബി 60 × 60. അതിനെ നമുക്ക് 3600 the whole raised to -2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് അഗെയിൻ 3 × ഇനി ഇവിടെ ഈ മീറ്ററും ക്യാൻസൽ ചെയ്തു പോകും. സിമിലർലി സെക്കൻഡ് ആൻഡ് സെക്കൻഡ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 ×
ഇവിടെ 10 raised to 3 എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ്. ഇതിനെ ന്യൂമറേറ്ററിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 10 raised to -3 ടൈംസ് ഇവിടെ നമുക്കറിയാം 1/3600 whole raised to -2. പവർ ടേമിൽ മൈനസ് ഉണ്ടെങ്കിൽ we can easily take the reciprocal. So reciprocal എടുത്തു കഴിഞ്ഞാൽ it will be 3600 the whole raised to 2. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് N2 will be 3.9 into 10 raised to 4. ഇതായിരിക്കും N2ന്റെ വാല്യൂ. So 3 meter per second square എന്നുള്ളത് it will be equal to 3.9 into 10 raised to 4 kilometer per hour square. D part, gravitational constant G is equal to 6.67 into 10 raised to -11 Newton meter square kilogram raised to -2 equal to dash centimeter cube second raised to -2 gram raised to -1. സോ ഇവിടെ ജിയുടെ MKS അല്ലെങ്കിൽ SI യൂണിറ്റിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CGS യൂണിറ്റിൽ ന്യൂമറിക്കൽ പാർട്ട് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ ന്യൂട്ടൺ കിടപ്പുണ്ട്. എന്നാൽ ഈ സെക്കൻഡ് എക്സ്പ്രഷനിൽ ദർ ഇസ് നോ കൗണ്ടർ പാർട്ട് ഫോർ ന്യൂട്ടൺ. ഈ ന്യൂട്ടൺ എന്നുള്ളത് SI യൂണിറ്റിലാണ്. എന്നാൽ CGS സിസ്റ്റത്തിൽ ന്യൂട്ടണ് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഡൈൻ. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഡൈൻ്റെ ടേംസിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ ഇസ് ഇക്വൽ ടു എത്ര ഡൈൻ എന്ന് അറിഞ്ഞില്ലെങ്കിലും we can convert this Newton. That will be in Newton എന്നുള്ളത് force is equal to mass time acceleration ആണ്. So Newton can be written as mass എന്നുള്ള കിലോഗ്രാം, acceleration നമുക്ക് ഓൾറെഡി അറിയാം, it is meter per second square. So Newton can be written as kilogram meter second raised to -2. ഇനി ഇവിടെ ഓൾറെഡി ഒരു മീറ്റർ സ്ക്വയർ കിടപ്പുണ്ട്. ആൻഡ് അഗെയിൻ കിലോഗ്രാം raised to -2. ഈ കിലോഗ്രാമും ഈ കിലോഗ്രാം raised to -2ന്റെ ഒരു കിലോഗ്രാമും ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് വിൽ ബി കിലോഗ്രാം raised to -1. Similarly, ഇവിടെ meter into meter square, it will be meter cube. So final expression will be meter cube second raised to -2 kilogram raised to -1. ഇതായിരിക്കും ഈ ന്യൂട്ടനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ടേമിലെ ന്യൂമറിക്കൽ പാർട്ട്. ഇനി ഇവിടെ കൺവേർഷൻ ഓഫ് യൂണിറ്റിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. N1 U1 is equal to N2 U2. ഇവിടെ N1 എന്നുള്ള ഇട്ട് 6.67 into 10 raised to -11. ആദ്യത്തെ സിസ്റ്റത്തിലെ യൂണിറ്റ് പാർട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇറ്റ് വിൽ ബി മീറ്റർ ക്യൂബ് സെക്കൻഡ് റേസ് ടു -2 കിലോഗ്രാം റേസ് ടു -1. N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ N2 ടൈംസ് സെക്കൻഡ് ടേമിലെ യൂണിറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് സെന്റിമീറ്റർ ക്യൂബ് സെക്കൻഡ് റേസ് ടു -2 ഗ്രാം റേസ് ടു -1. ഇനി N2ന്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അഗെയിൻ 6.67 into 10 raised to -11 ടൈംസ് ഓരോ യൂണിറ്റിനെ കറസ്പോണ്ടിങ് യൂണിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മീറ്റർ ബൈ സെന്റിമീറ്റർ ദ ഹോൾ റേസ് ടു ക്യൂബ്. സിമിലർലി സെക്കൻഡ് ബൈ സെക്കൻഡ് ദ ഹോൾ റേസ് ടു -2 ആൻഡ് കിലോഗ്രാം പെർ ഗ്രാം ദ ഹോൾ റേസ് ടു -1. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6.67 into 10 raised to -11 into ഇവിടെ മീറ്റർ ആണ് വലിയ യൂണിറ്റ്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 100 സെന്റിമീറ്റർ. 100നെ എനിക്ക് 10 raised to 2 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ ദ ഹോൾ റേസ് ടു ക്യൂബ് എന്ന് എഴുതാം. സിമിലർലി സെക്കൻഡ് ബൈ സെക്കൻഡ് അങ്ങനെ തന്നെ എഴുതാം, റേസ് ടു -2. ഇനി ഇവിടെ കിലോഗ്രാം ആണ് വലിയ യൂണിറ്റ്. സോ ഇറ്റ് വിൽ ബി 10 raised to 3 gram per gram ഹോൾ റേസ് ടു -1. വി ക്യാൻ ക്യാൻസൽ സെന്റിമീറ്റർ സെന്റിമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഗ്രാം ഗ്രാം. സോ ഫൈനലി ഇറ്റ് വിൽ ബിക്കം 6.67 into 10 raised to -11 into 10 square whole raised to 3. It will be 10 raised to 6 into ഇവിടെ 1 raised to -2 1 raised to any power 1 തന്നെ ആയിരിക്കും into 10 raised to 3 raised to -1. So it will be 10 raised to -3. ഇനി ഇവിടെ 10 raised to -11 into 10 raised to 6 എന്ന് പറഞ്ഞാൽ it is 10 raised to -11 plus 6. അതെന്ന് പറഞ്ഞാൽ it will be 10 raised to -5. And this 10 raised to -5 into 10 raised to -3 it will be 10 raised to -8. So final answer നമുക്ക് കിട്ടുന്നത് it is 6.67 into 10 raised to -8. ഇതായിരിക്കും ഇവിടുത്തെ N2ന്റെ വാല്യൂ. Third question. A calorie is a unit of heat or energy and it equals about 4.2 joules where 1 joule is equal to 1 kilogram meter square second raised to -2. Suppose we employ a system of units in which the unit of mass equals alpha kg, the unit of length equals beta meter, the unit of time is gamma second. Show that a calorie has a magnitude 4.2, alpha raised to -1, beta raised to -2, gamma raised to 2 in terms of the new units. So ഈ തേർഡ് ക്വസ്റ്റ്യനും കൺവേർഷൻ ഓഫ് യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആണ്. ആൻഡ് ഈ ജൂളിനെ തന്നെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. ദാറ്റ് ഈസ് 1 കലോറി ഇസ് ഈക്വൽ ടു 4.2 ജൂൾ.
which is again equal to 4.2 kilogram meter square second raised to minus 2. ഇനിയും ഈ SI യൂണിറ്റിലുള്ള ഈ 4.2 ജൂൾസിനെ നമുക്കൊരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഈ പുതിയ സിസ്റ്റത്തിൽ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൽഫ കെ ജി. അതേസമയം ലെന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബീറ്റ മീറ്ററും ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗാമ സെക്കൻഡുമാണ്. ദാറ്റ് ഇസ് ന്യൂ യൂണിറ്റ് ഓഫ് മാസ് ഈക്വൽ ടു ആൽഫ കെ ജി, ന്യൂ യൂണിറ്റ് ഓഫ് ലെന്ത് ഇസ് ഈക്വൽ ടു ബീറ്റ മീറ്റർ ആൻഡ് ന്യൂ യൂണിറ്റ് ഓഫ് ടൈം ഇസ് ഈക്വൽ ടു ഗാമ സെക്കൻഡ്സ്. ഇനി കൺവേർഷൻ ഓഫ് യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് N1 U1 ഇസ് ഈക്വൽ ടു N2 U2 ആണ്. സോ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം. ഇവിടെ N1 U1 എന്ന് പറയുന്നത് 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് N1 U1 ഇസ് ഈക്വൽ ടു 4.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2. ഇനി ഇവിടെ N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് N2 ടൈംസ്, ഇനി പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ആൽഫ കെ ജി. സോ N2 ഇൻറ്റു ആൽഫ കെ ജി. ഇവിടെ LHS ഈക്വൽ ടു RHS ആണ്. ആൻഡ് ഡൈമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്കറിയാം ദ ഡൈമെൻഷൻ ഓഫ് ഈച്ച് ക്വാണ്ടിറ്റി ഇൻ ദി ബോത്ത് സൈഡ് ഷുഡ് ബി ഈക്വൽ. സോ ഇവിടെ കെ ജി റേസ് ടു 1 ആണ്, ഇവിടെയും ആൽഫ കെ ജി റേസ് ടു 1 ആയിരിക്കും. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ മീറ്റർ ആണ്. സോ ഇറ്റ് വിൽ ബി ബീറ്റ മീറ്റർ. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ LHS ൽ മീറ്റർ സ്ക്വയർ ആണ്. ദെയർഫോർ ഓൺ RHS ഓൾസോ ഇറ്റ് വിൽ ബി ബീറ്റ മീറ്റർ ദ ഹോൾ റേസ് ടു 2. ഇനി ടൈമിന്റെ യൂണിറ്റ് ആണ് ഗാമ സെക്കൻഡ്. സോ ഇറ്റ് വിൽ ബി ഗാമ സെക്കൻഡ്. LHS ൽ സെക്കൻഡ് റേസ് ടു മൈനസ് 2 ആണ്. സോ ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബിക്കം ഗാമ സെക്കൻഡ് റേസ് ടു മൈനസ് 2. So I can write N2 will be equal to N1 into, that is 4.2 into, ഇനി ഇത്രയും ടേമിനെ LHS ലോട്ട് കൊണ്ടുപോകണം. ആൻഡ് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഓരോ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റിനെ അതിൻ്റെ താഴെ തന്നെ എഴുതണം. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി കിലോഗ്രാം ബൈ ആൽഫ കിലോഗ്രാം ടൈംസ് മീറ്റർ ബൈ ബീറ്റ മീറ്റർ. രണ്ട് ക്വാണ്ടിറ്റീസും റേസ് ടു 2 ആണ്. സോ ഇറ്റ് വിൽ ബി ഓൾ റേസ് ടു 2. നൗ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഗാമ സെക്കൻഡ് ഓൾ റേസ് ടു മൈനസ് 2. ഇനി എക്സ്പ്രഷനിൽ കിലോഗ്രാം കിലോഗ്രാം മീറ്റർ മീറ്റർ സെക്കൻഡ് ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് ആയിട്ടുള്ളത് ഇറ്റ് വിൽ ബി 4.2 ടൈംസ് 1 ബൈ ആൽഫ ഇൻറ്റു 1 ബൈ ബീറ്റ ദ ഹോൾ സ്ക്വയർ ടൈംസ് 1 ബൈ ഗാമ ദ ഹോൾ റേസ് ടു മൈനസ് 2. ദിസ് വിൽ ബി ഈക്വൽ ടു 4.2. ഈ 1 ബൈ ആൽഫ എന്നുള്ളത് ഐ ക്യാൻ റൈറ്റ് ആസ് ആൽഫ റേസ് ടു മൈനസ് 1. 1 ബൈ ബീറ്റ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബീറ്റ റേസ് ടു ഇവിടെ സ്ക്വയർ ആണ്. സോ ഇറ്റ് വിൽ ബി മൈനസ് 2. ആൻഡ് 1 ബൈ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗാമ റേസ് ടു മൈനസ് 1. ആ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 വന്നാൽ ഇറ്റ് വിൽ ബി ഗാമ സ്ക്വയർ. സോ ഇതായിരിക്കും പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ ന്യൂമറിക്കൽ വാല്യൂ. ആൻഡ് ഈ എക്സ്പ്രഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനും ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ഷോൺ ദാറ്റ് ഇൻ ദ ന്യൂ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 4.2 ആൽഫ റേസ് ടു മൈനസ് 1 ബീറ്റ റേസ് ടു മൈനസ് 2 ആൻഡ് ഗാമ റേസ് ടു 2. Question number 4. Explain the statement clearly. To call a dimensional quantity large or small is meaningless without specifying a standard for comparison. In view of this, reframe the following statements wherever necessary. First statement, atoms are very small objects. So ഈ ക്വസ്റ്റനിൽ ഒരു ക്വാണ്ടിറ്റിയെ ലാർജ് അല്ലെങ്കിൽ സ്മോൾ എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഓക്കെ ആണോ എന്നാണ് നോക്കേണ്ടത്. ജനറലി നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വലുതാണ് ചെറുതാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ വിത്ത് റെഫറൻസ് ടു എ കമ്പാരിസൺ. രണ്ട് ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഒന്ന് വലുത് അല്ലെങ്കിൽ ചെറുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്യുക, ഒന്ന് എയും ബിയും. ഇതിൽ ഏത് സ്ഫിയർ ആണ് വലുത് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല, കാരണം ബോത്ത് ആർ ഓഫ് സിമിലർ സൈസ്. എന്നാൽ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും സ്ഫിയർ എ ഈസ് സ്മോളർ ആൻഡ് സ്ഫിയർ ബി ഈസ് ലാർജർ. സോ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ലാർജർ ആണ് സ്മോളർ ആണ് എന്നൊക്കെ പറയണമെങ്കിൽ ദിസ് ഇസ് എ റിലേറ്റീവ് ഐഡിയ. അതായത് ഒരു കമ്പാരിസണിലൂടെ മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റ് വലുതാണോ ചെറുതാണോ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ കമ്പാരിസൺ എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദിസ് സ്റ്റാൻഡേർഡ് വി കോമൺലി കോൾ ഇറ്റ് ആസ് യൂണിറ്റ്. സപ്പോസ് ഇവിടെ എ എന്നുള്ള ബോളിനെ ഞാൻ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഇനി മൂന്നാമതൊരു ബോൾ തന്നു കഴിഞ്ഞാൽ ഇത് വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഈ എയുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. So compared to ball A, this ball C will be larger. അല്ലെങ്കിൽ വേറൊരു സ്ഫിയർ D തന്നു കഴിഞ്ഞാൽ I can say compared to size of A, the sphere D is smaller. സോ ഓർത്തിരിക്കുക, കമ്പാരിസൺ എന്ന് പറയുന്ന റിലേറ്റീവ് ടേം ആണ്. ആൻഡ് ഈ കമ്പാരിസൺ എപ്പോഴും നമുക്കൊരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേണം. ഈ ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആറ്റംസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് ആറ്റംസ് ആർ വെരി സ്മോൾ ഒബ്ജക്ട്സ്. ഇവിടെ ആറ്റംസ് ആർ സ്മോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഹാപ്പൻ വിത്ത് കമ്പാരിസൺ. സോ ഇവിടെ കമ്പാരിസന് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. I can reframe the sentence as atoms are very small objects when compared to size of a book. അല്ലെങ്കിൽ it can be pen or ball or anything.
സോ ഈ ബുക്കിൻ്റെയോ പേനയുടെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരാറ്റത്തിൻ്റെ സൈസ് വെരി സ്മോൾ ആവുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ ജെറ്റ് പ്ലെയിൻ മൂവ്സ് വിത്ത് എ ഗ്രേറ്റ് സ്പീഡ്. നോർമലി ഈ ജെറ്റിൻ്റെ എല്ലാം സ്പീഡ് എന്ന് പറയുന്നത് ഇൻ കമ്പാരിസൺ ടു സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് മാക്സ് സ്പീഡാണ്. 343 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ഒരു മാക്സ് സ്പീഡ്. ഇനി ഇവിടെ ജെറ്റ് പ്ലെയിൻ്റെ സ്പീഡ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇവിടെ ഈ സ്പീഡ് ഗ്രേറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു കമ്പാരിസൻ്റെ ആവശ്യമുണ്ട്. സോ ഐ ഷുഡ് കമ്പയർ ദിസ് വിത്ത് സ്പീഡ് ഓഫ് നോർമലി നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ഒരു കാർ. ദാറ്റ് ഈസ് വെൻ കമ്പയർ ടു സ്പീഡ് ഓഫ് എ മൂവിങ് കാർ. സോ ഈ കാറിൻ്റെ സ്പീഡിനെ അപേക്ഷിച്ച് ഒരു ജെറ്റ് പ്ലെയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലാർജർ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ മാസ് ഓഫ് ജൂപ്പിറ്റർ ഇസ് വെരി ലാർജ്. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഹെവിയസ്റ്റ് പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. വേറൊരു പ്ലാനറ്റിന്റെ മാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ജൂപ്പിറ്ററിന് ലാർജ് മാസ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഐ ക്യാൻ റീഫ്രെയിം ദിസ് സെന്റൻസ് ആസ് ദ മാസ് ഓഫ് ജൂപ്പിറ്റർ ഇസ് വെരി ലാർജ് വെൻ കമ്പയർ ടു മാസ് ഓഫ് എർത്ത്. നിങ്ങൾക്കല്ലാതെ സെർച്ച് ചെയ്താൽ കിട്ടും ഈ മാസ് ഓഫ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 317 ടൈംസ് മാസ് ഓഫ് എർത്ത്. സോ എർത്തിന്റെ മാസിനേക്കാൾ ഏകദേശം 300 ഇരട്ടി മാസമാണ് ജൂപ്പിറ്ററിനുള്ളത്. എന്നാൽ ഇതേ ജൂപ്പിറ്ററിന്റെ മാസ് സണ്ണിന്റെ മാസമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്മോൾ. മാസ് ഓഫ് ജൂപ്പിറ്റർ ഇസ് ഓൺലി ഓൾമോസ്റ്റ് 1/1000 ടൈംസ് മാസ് ഓഫ് സൺ. സോ ഈ സണ്ണാണ് സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും മാസീവായിട്ടുള്ള ഒബ്ജക്റ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ എയർ ഇൻസൈഡ് ദിസ് റൂം കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ഒരു റൂമിനകത്തുള്ള എയറിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെയും റൂമിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ കമ്പാരിസൺ. സോ ഐ ഷുഡ് ബ്രിങ് എ കമ്പാരിസൺ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ റീഫ്രെയിം ചെയ്യാം. ദാറ്റ് ഈസ് വെൻ കമ്പയർ ടു എയർ ഇൻസൈഡ് എ സ്മോൾ ബലൂൺ. ഒരു ചെറിയ ബലൂണിനകത്ത് ഒതുങ്ങുന്ന എയറിനെ വെച്ച് റൂമിലെ എയർ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി ദ എയർ ഇൻസൈഡ് ദ റൂം വിൽ ബി മച്ച് ലാർജർ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എ പ്രോട്ടോൺ ഇസ് മോർ മാസീവ് ദാൻ ആൻ ഇലക്ട്രോൺ. സോ ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു റീഫ്രെയിമിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ തന്നെ പ്രോട്ടോണിനെയും ഇലക്ട്രോണിന്റെയും മാസാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ പ്രോപ്പർ കമ്പാരിസൺ. ഇവിടെ മാസ് ഓഫ് പ്രോട്ടോൺ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം. അതേസമയം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാലും ഐ ക്യാൻ റൈറ്റ് മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 1837. ദാറ്റ് മീൻസ് മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഓൾമോസ്റ്റ് 1837 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. സോ ഇതാണ് നോർമലി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസിന്റെ റേഷ്യോ. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1837 ഓർ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു ബി നിയർലി 2000. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ഓൾമോസ്റ്റ് 2000 ടൈംസ് മാസീവ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇസ് മച്ച് സ്മോളർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ ഇവിടെയും ഓൾറെഡി രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് സൗണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റും ഒരു റീഫ്രെയിമിങ്ങിന്റെ ആവശ്യമില്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ എ പ്രോപ്പർ കമ്പാരിസൺ. ദെയർഫോർ ഈ ഫോർത്ത് ക്വസ്റ്റ്യനിൽ റീഫ്രെയിമിംഗ് ആവശ്യം ഉണ്ടായിരുന്നത് ഈ ഫസ്റ്റ് 4 സ്റ്റേറ്റ്മെന്റ്സിനാണ്.